സ്വർഗരാജ്യം വളരെയധികം അസ്വസ്ഥമായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് കാരണം മനുഷ്യരുടെ ചെയ്തികൾ മൂലം വളരെയധികം പരാതികൾ സ്വർഗരാജ്യത്ത് എത്തിയിട്ടുണ്ട്. അതിന് അവർ നല്ല നിലയിൽ ജീവിക്കുന്നതിന് പകരം അവർ എവിടെ നോക്കിയാലും നഗരങ്ങളിൽ മുഴുവനും പീരങ്കികൾ നിറഞ്ഞു അതിൻ്റെ വെടിയുതിർക്കുന്ന ഒച്ച എവിടെയും കേൾക്കാം. ആകാശം മുഴുവനും പുകപടലം നിറഞ്ഞിരിക്കുന്നു. മനുഷ്യരാണെങ്കിൽ പരസ്പരം ദയയോ സ്നേഹമോ കരുണയോ കാണിക്കാതെ പരസ്പരം കുത്തിക്കവർന്ന് ഉള്ള ചൂഷണത്തിലാപ്പെടുന്നു. ഒരു തരത്തിലും നന്മയ്ക്ക് നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്. ഇത് വളരെ വർഷങ്ങളായിട്ട് ഈ പോക്കിൽ, മനുഷ്യരുടെ ഈ പോക്കിൽ ദൈവരാജ്യം അസ്വസ്ഥമായിരുന്നെങ്കിൽ പോലും അവരുടെ ഒരു സുപ്രീം കൗൺസിൽ കൂടി ഒരു പ്രമേയം പാസാക്കി അവസാനത്തെ ഒരു തീരുമാനം നൽകി. ആ തീരുമാനപ്രകാരം ലോകത്തിൽ മതിയായ അളവിൽ നല്ലവരായി മനുഷ്യർ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ അതേപോലെ നിലനിർത്താം. അല്ലെങ്കിൽ ഈ ലോകത്തെ വല്ല അഗ്നി വർഷിച്ചോ പ്രളയം വരുത്തി ഈ ലോകത്തെ തന്നെ ഞങ്ങൾ നശിപ്പിച്ചേക്കാം എന്നുള്ളതാണ് അവരുടെ പ്രമേയം. ഈ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രമേയം, വളരെ കഠിനമായൊരു ശിക്ഷ മനുഷ്യവംശത്തിന് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. സ്ഥലപരിശോധന, ആ മനുഷ്യരെ ഒന്ന് പൂർണ്ണമായിട്ട് നടക്കാനായിട്ട്, അന്വേഷിക്കാനായിട്ട് 3 ദൈവങ്ങൾ ലോകത്തിലേക്ക് വന്നു. ഇങ്ങനെ ദൈവങ്ങളൊരു ലോകത്തിലേക്ക് വന്ന് ഒരു സന്ദർശനം നടത്തുകയാണെന്നും അറിഞ്ഞ ഒരു ചൈനയിലെ ഒരു ഷെസ്വാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു പ്രവിശ്യയിലുള്ള ഒരു ചെറുപട്ടണത്തിൻ്റെ വാതിക്കൽ ഒരു വെള്ളക്കച്ചവടക്കാരനായ ഒരു മനുഷ്യൻ, സാധാരണ മനുഷ്യർക്ക് വെള്ളം കൊണ്ട കൊടുക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ 3 ദിവസമായിട്ട് കാത്തു നിൽക്കുകയാണ്. അയാൾ ആരോ പറഞ്ഞു കേട്ടോ, ഒരു കച്ചവടക്കാരിൽ നിന്ന് പറഞ്ഞു കേട്ടു, ദൈവങ്ങൾ ചിലപ്പോൾ ഈ സെസ്വാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നേക്കാൻ സാധ്യതയുണ്ട്, വരും. അതുകൊണ്ട് അദ്ദേഹം 3 ദിവസമായിട്ട് അവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കാത്തു നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ വരുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് വളരെ ശക്തരായവരും സമൂഹത്തിലെ വമ്പും പ്രതാപമുള്ള ആൾക്കാരെല്ലാം ദൈവങ്ങളെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കൂട്ടിക്കൊണ്ടു പോകും. ആ സമയത്ത് അവർ സ്വീകരിച്ച് അദ്ദേഹത്തെ വിടുമ്പോൾ തന്നെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യന് സാധാരണക്കാരുടെ കാര്യം പറയാനായിട്ട് കഴിയില്ല, അവസരം കിട്ടില്ല. അതുകൊണ്ട് അതിരാവിലെ അദ്ദേഹം കാത്തിരിക്കുകയാണ്. ദൈവങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ദൈവങ്ങളെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ബോധിപ്പിക്കണം, മനുഷ്യരുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളെ പറ്റി ഒന്ന് പറയണമെന്ന് വിചാരിച്ച് അദ്ദേഹം 3 ദിവസമായിട്ട് കാത്തു നിൽക്കുകയാണ്. ഇങ്ങനെ അദ്ദേഹം കാത്തു നിൽക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നു. ഒരു സന്ധ്യ മയങ്ങുന്ന സമയത്താണ് 3 ദൈവങ്ങൾ ഒരു തീർത്ഥാടകൻ്റെ വേഷം ധരിച്ച, കാലിൽ ചെരുപ്പ് മണ്ണ് പറ്റിയ, ദീർഘയാത്രയൊക്കെ സഞ്ചരിച്ച് കാലിൽ മണ്ണ് പറ്റിയ ഒരു ഏറെക്കുറെ വസ്ത്രങ്ങളൊക്കെ, ഒരു മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ആയിട്ട് ദീർഘയാത്രയുടെ ചിഹ്നങ്ങളുള്ള 3 വ്യക്തികൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ദൈവങ്ങളാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി കച്ചവടക്കാരന്. അദ്ദേഹം ഓടിച്ചെന്ന് അവരുടെ അടുത്ത് നിന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഈ നാട് വളരെയധികം കഷ്ടപ്പാടിലാണ്, ഇവിടെ വളരെയധികം ദുരിതം നിലനിൽക്കുന്നു. അതിനൊരു പരിഹാരം ദർശിക്കാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. മാത്രമല്ല, ദൈവങ്ങൾ മഹാത്മാക്കൾ എന്നറിഞ്ഞ് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോൾ ഒരാൾക്ക് പറയാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാത്തിരിക്കുന്നത്. അദ്ദേഹം അവിടെ ചെന്ന് അവരോട് പറയുന്നു. സമയത്ത് ദൈവങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതിന് കാരണം എനിക്കൊരു വഴിപോക്കനിൽ നിന്ന് ഒരു അറിവ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ദൈവങ്ങൾ ഇങ്ങോട്ടൊരാവശ്യം ഉന്നയിച്ചു, അദ്ദേഹത്തോടൊരാവശ്യം ഉന്നയിച്ചു. ഇവിടെ ഞങ്ങൾക്ക് ഇന്ന് രാത്രി അന്തി ഉറങ്ങണം. ആ അന്തി ഉറങ്ങാൻ ഒരു ദിവസത്തെ രാത്രി തങ്ങാനായിട്ട് ഒരു വീട് കാണിച്ചു തരണം, ഒരു വീട്ടിലേക്ക് സ്ഥലം കണ്ടുപിടിച്ച് തരണം. അത് ഉടനെ പോകുന്നു പറഞ്ഞു. അതിനെന്താണ്, ഈ നഗരം മുഴുവനും, ഈ പ്രദേശം മുഴുവൻ അങ്ങനെ നിങ്ങളെ വരവേൽക്കാൻ നിൽക്കുകയാണ്, ആരും നിങ്ങൾക്ക് അനുവാദം തരും. ഓടിച്ചു. അപ്പം അങ്ങനെ വേണ്ട, ആരോടും വലിയ സമ്പന്നരെല്ലാം ഓടി വന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തെ കൂട്ടിക്കിട്ട് പോകും എന്ന് പറഞ്ഞാൽ അത് വേണ്ട, നിങ്ങൾ ആദ്യത്തെ വീട്, നമുക്കൊരു മുൻഗണനാക്രമത്തിൽ ആദ്യം കാണുന്ന തെരുവിലെ ആദ്യത്തെ വീട്ടിൽ ചെന്ന് ചോദിക്കും, ഞങ്ങൾക്കൊരവസരം കിടക്കാനൊരു ദിവസം തരുമോ, ഒരു രാത്രി കിടക്കാൻ തരുമോ. ഇത് വളരെ സന്തോഷത്തോടുകൂടി ഓടി ചെന്ന് ആ വീട്ടിൽ ചെല്ലും.
ഉടമയെ വിളിച്ച് പറഞ്ഞു, സന്ധ്യമയങ്ങുകയാണ്. വീട്ടുടമയോട് പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട 3 സന്ദർശകർ, ദൈവങ്ങൾ, സ്വർഗരാജ്യത്ത് 3 ദൈവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളൊരു ദിവസം അവർക്ക് താമസിക്കാനുള്ള ഇടം കൊടുക്കണം, ഒരു അന്തി ഉറങ്ങാനുള്ള ഇടം കൊടുക്കണം എന്ന് പറഞ്ഞു. ആ വീട്ടുടമ നിരസിച്ചു, പറ്റില്ല എന്ന് പറഞ്ഞു. തൊട്ടടുത്ത പുള്ളി പറഞ്ഞ 2ാമത്തെ വീട്ടിൽ ചെന്നു. 2ാമത്തെ വീട്ടുകാരും കൊടുത്തില്ല. ഒരു തരം തട്ടിപ്പാണ് നടത്തുന്നത്, ദൈവത്തിൻ്റെ പേരിലും തട്ടിപ്പുമായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണെന്നുള്ള പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ ഓടിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്രതീക്ഷിതമായിരുന്നു. ഇങ്ങനെ നാട്ടുകാരിങ്ങനെ പെരുമാറുമെന്നറിയില്ല. അദ്ദേഹം ദൈവങ്ങളോട് ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഇച്ചിരി നേരം ഇവിടെ കാത്തിരിക്കണം, ഇവിടെ മറ്റുള്ളവർക്ക് പല അസൗകര്യങ്ങളാണുള്ളത്, അതുകൊണ്ട് ഞാൻ അടുത്ത വീട്ടിൽ നിന്നും. ശരി, ദൈവങ്ങൾ പറഞ്ഞ് നിങ്ങൾ സമയമെടുത്തു, ആവശ്യമുള്ള ഏതെങ്കിലും വീട്, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഏതെങ്കിലും ഒരു വീടിൽ ഞങ്ങൾക്ക് അനുവാദം തരും, ആ വീട് മതി എന്ന്. അദ്ദേഹം ഇവിടെ എല്ലാം പല വീടുകളിലും ചെല്ലുമ്പോഴത്തേനും അവരെല്ലാം ഇദ്ദേഹത്തെ തല്ലി ഇറക്കുകയും അടിച്ചൊടുക്കുകയും ആട്ടിപ്പയക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം വളരെ മനപ്രയാസത്തിലെത്തി. ഇതിനിടയ്ക്ക് ദൈവങ്ങളിത് കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ദൈവങ്ങളിങ്ങനെ ഒരു കടയുടെ വരാന്തയിൽ പതുക്കെ ഇരിക്കുകയാണ്. ഇതൊക്കെ കാണുവാണ് ദൈവങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ആകെ നിരാശനാണെങ്കിലും അത് മറച്ചു വയ്ക്കാതെ ഇദ്ദേഹം ദൈവങ്ങളോട് പറഞ്ഞിട്ട്, ഇവിടെ പലർക്കും പല അസൗകര്യങ്ങളാണ്, പലർക്ക് വീട്ടുടമയില്ല, അല്ലെങ്കിൽ അതിഥികളാണെന്നൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം പറഞ്ഞ് എല്ലാ ദൈവങ്ങൾക്ക് പക്ഷെ മനസ്സിലായി, ദൈവങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടെന്ന് മനസ്സിലായി, ആരും അനുവാദം കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു, ഇവിടെ ഒരു നിരസിക്കില്ല, ദൈവങ്ങൾക്കൊരു ദിവസം താമസ സൗകര്യം കൊടുക്കാൻ നിഷേധിക്കാത്ത ഒരാളുണ്ട്, ഷെൻറ്റെ എന്നാണ്. അവളൊരു വേശ്യയാണ്, അവൾ എന്തായാലും ഒരു നല്ല സ്ത്രീയാണ്, അവൾ എന്തായാലും ഞങ്ങൾക്കൊരു കിടപ്പാടം തരും. അങ്ങനെയാണ് പറഞ്ഞു. ശരി, വേശ്യയാണെങ്കിലും സാരമില്ല, ആൾക്കാർ തെറ്റിദ്ധരിക്കുമെങ്കിലും ഒന്നും സാരമൊന്നുമില്ല, ദൈവങ്ങൾക്ക് ഒരു കിടപ്പാടം ഒരു ദിവസം കിടക്കുന്നതിന് അങ്ങനെ പ്രമേയമൊന്നുമില്ല. വേശ്യയുടെ അടുത്ത് കിടക്കാൻ മേല എന്ന് ആ പ്രമേയത്തിൽ അവർ കൊണ്ടുവന്നിരുന്ന പ്രമേയത്തിൽ പറയുന്നില്ല, അവർ ആ പ്രമേയം നോക്കിയിട്ട് അങ്ങനെ ഒരു പ്രമേയമൊന്നും പറയുന്നത്. അതുകൊണ്ട് അവൾ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറയും. ഓടിച്ചെന്ന് അവളുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേന് ഷെൻറ്റെ പറയും, ഷെൻറ്റെ എന്നാണ് ആ വേശ്യയുടെ പേര്. അവൾ പറയും, എനിക്കിന്ന് അസൗകര്യമുണ്ട്, കാരണം നാളെ എനിക്ക് വാടക കൊടുക്കാനായിട്ട് ഞാൻ ഇന്നൊരു ഇടപാടുകാരനെ സമയം പറഞ്ഞിട്ടുണ്ട്, അയാൾ രാത്രി വരും. ആ സമയത്ത് അയാൾ തരുന്ന പൈസ കൊടുത്ത് വാടകയ്ക്ക് കൊടുത്തില്ലെങ്കിൽ എന്നെ നാളെ വീട്ടുടമ ഇറക്കി വിടും. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. എനിക്ക് ദൈവങ്ങൾക്ക് താമസിക്കാൻ അവസരം കൊടുക്കാൻ സാധ്യമല്ല എന്ന് ഷെൻറ്റെ പറയും. ഇത് കേട്ട് പോങ്ങിന് വളരെ സങ്കടവും ദേഷ്യം വന്ന് പറഞ്ഞു, നീ എന്താ ഷെൻറ്റെ ഇങ്ങനെ പറയുന്നത്, നിന്നെ മാത്രമേ എനിക്ക് പ്രതീക്ഷയുള്ളൂ, നീ പോലും ഒരാൾ ദൈവങ്ങൾക്ക് അവസരം കൊടുത്തില്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് മുടിഞ്ഞു പോകുള്ളൂ, ഈ ദൈവങ്ങളുടെ കോപത്തിൽ നമ്മളെല്ലാം ദഹിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ അദ്ദേഹം വിലപിക്കുന്നു. അതിനുശേഷം അപ്പം ഷെൻറ്റെ പറയും, ഒരു കാര്യം ചെയ്യാം, ഇടപാടുകാരൻ വരുന്ന സമയത്ത് ഞാൻ വീട് അടച്ചിട്ട് ഇരിക്കാം, അപ്പം അയാൾ വന്ന് പോയി കഴിയുമ്പോഴത്തേനും നിങ്ങൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ദൈവങ്ങളുമായിട്ട് കൂട്ടിക്കൊണ്ട് പോരും എന്ന് പറഞ്ഞു സമ്മതിച്ചു. അവിടെ ചെന്ന് ദൈവങ്ങളുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഷെൻറ്റെ വീട് ഇച്ചിരി ഒന്ന് നന്നാക്കുവാണ് എന്ന് പറഞ്ഞാൽ വീട്ടിലൊന്ന് അടിച്ച് തെളിച്ചൊക്കെ വൃത്തിയാക്കുവാണ്, അപ്പം നമുക്കിവിടെ കുറച്ച് നേരം കാത്തു നിൽക്കണം എന്ന് പറയും. ഇങ്ങനെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ് ദൈവങ്ങൾ അവിടെ ഒരു കടയുടെ തെന്നയിൽ ഇരിക്കുന്നു. അവിടെ നിൽക്കുന്നു. ഓങ്ങിൻ്റെ വെള്ളം വിൽക്കുന്ന ഒരു പാത്രവും അതുപോലത്തെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ പുള്ളി അവിടെ തന്നെ വെച്ചിട്ട് പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഷെൻറ്റയുടെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴത്തേനോട് അതിന് മുമ്പ് ഒരു ഇടപാടുകാരൻ അവിടെ വന്ന് ചൂളയൊക്കെ അടിച്ചിട്ട് അയാൾ തിരിച്ചു പോയി. ഷെൻ്റെ വാതിൽ തുറന്നില്ല. പക്ഷേ ചെല്ലുമ്പോൾ ഷെൻറ്റയുടെ വാതിൽ അടച്ചു കിടക്കുകയാണ്. അപ്പം വിചാരിച്ചത് ഷെൻറ്റെ ഇടപാടുകാരനെ അവിടെ അക്കോമഡേറ്റ് ചെയ്തു, അയാളെ കൂട്ടി ഇന്ന് രാത്രി തങ്ങുവാണ്, അതുകൊണ്ട് ദൈവങ്ങളോട് ഞാൻ എന്ത് പറയും എന്ന് വിചാരിച്ച് ഇയാൾ തെറ്റിദ്ധരിച്ചിട്ട് അയാൾ തെരുവിൻ്റെ അപ്പുറത്തെ സൈഡിലൂടെ അയാൾ ഒളിച്ച് ഓടിക്കളഞ്ഞു. അയാളുടെ പാത്രം അവിടെ വെച്ചിട്ട് അയാൾ ഓടി രക്ഷപ്പെട്ടു. ദൈവങ്ങളുടെ ക്രോധത്തിന് വഴിപ്പെടാതിരിക്കാനായിട്ട് അയാൾക്ക് വീടൊന്നുമില്ല. അവളൊരു കരിങ്കിനടിയിലാണ് താമസിക്കുക. അവിടെ പോയിട്ട് ഒളിച്ചിരിക്കുന്നു. ഈ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഷെൻറ്റെ ഇറങ്ങി വരുന്നു. ഷെൻറ്റെ ഒന്ന് ഓങ്ങിനെ വിളിച്ചിട്ട് അവിടെയെല്ലാം നോക്കുമ്പോൾ ഓങ്ങിനെ കാണുന്നില്ല. അപ്പം ദൈവങ്ങളെ കാണും. അവൾ പറഞ്ഞു, നിങ്ങളാണോ ഞങ്ങൾ കാത്തിരിക്കുന്ന മഹാത്മാക്കൾ, ദൈവങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അതെ. അപ്പം പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് വരൂ, ചെറിയ സൗകര്യം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവങ്ങൾ അവളുടെ വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം
രാവിലെ നമ്മൾ കാണുന്നത് അതിരാവിലെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ദൈവങ്ങൾ ഷെൻഡയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് കുറച്ചേറെ ഒരു വലിയ ഘട്ടം കഴിയാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. കാരണം ഞങ്ങളൊരു നല്ല മനുഷ്യർ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നതിനിടയ്ക്ക് ഞങ്ങൾക്ക് നിരാശയാണ് എല്ലായിടത്തും കിട്ടിയത്. പക്ഷെ നിന്നിൽ ഞങ്ങൾക്ക് നന്മയും നീതിയും ഒക്കെ കാണാൻ കഴിയും. അതുകൊണ്ട് നീ നല്ലവളായി ജീവിക്കും എന്നൊക്കെ പറഞ്ഞു ഒരു അനുഗ്രഹമൊക്കെ കൊടുത്ത് പോകാൻ നേരത്ത് അവർ പോകാൻ ഒരുങ്ങിയാണ് അതിരാവിലെ. ആ സമയത്ത് ഷെൻഡെ പറഞ്ഞു, മഹാത്മക്കളെ, നിങ്ങൾ പറയുന്ന പോലെയല്ല, ഞാൻ നല്ല ആളല്ല, നല്ലതായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ നിങ്ങളുടെ പ്രധാനപ്പെട്ട നിയമങ്ങളിലൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട്, അതായത് വ്യഭിചരിക്കരുതെന്ന് പറയുന്ന നിയമത്തെ മാറ്റിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ലവളായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ നിയമത്തെ ലംഘിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഒരുപാട് പ്രാരബ്ധങ്ങളുണ്ട്. ഈ പ്രാരബ്ധങ്ങളിലുള്ള അകത്ത് എനിക്ക് ആരോടും നീതി സമമായിട്ട് വിധി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ നല്ലവളായി ജീവിക്കണമെന്ന് നിങ്ങൾ അനുഗ്രഹിക്കുന്നത് എൻ്റെ കഷ്ടപ്പാടിനെ കണക്കിലെടുക്കാത്തൊരു കാര്യമാണെന്ന് ഇവൾ അവരുടെ നമസ്കരിച്ചുകൊണ്ട് പറയുമ്പോഴത്തേനും ദൈവങ്ങളൊരു പരസ്പരം ആലോചിച്ചു. ഇപ്പോൾ അവൾ പറയുന്നത് ശരിക്കും ഇച്ചിരി പൈസയുടെ കാര്യമാണല്ലോ പറയുന്നത്. ദൈവങ്ങൾക്ക് പ്രത്യേകിച്ച് ധനവുമായിട്ടൊന്നും ബന്ധപ്പെട്ട് ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പോലും, സാമ്പത്തിക കാര്യത്തിൽ ഒന്നും ദൈവങ്ങൾക്ക് ശ്രദ്ധയില്ലെങ്കിൽ പോലും ഇവക്കൊരു പണം കൊടുക്കാമെന്ന് അവർ 3 പേരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ച് കുറച്ച് പൈസ കൊടുത്തേക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം തന്നെ പരസ്പരം എതിർക്കുന്നുണ്ട്. ഒരാൾ പറയുന്നുണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാവും, ഒരു വേശ്യയുടെ മുറിയിൽ താമസിച്ച ഒരാൾ ദൈവങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവസാനം ഒരു തീരുമാനത്തിലെത്തും. വാടക കൊടുക്കാൻ നിയമങ്ങൾ, ഒരാളുടെ മുറിയിൽ താമസിക്കുമ്പോൾ അതിന് വാടക കൊടുക്കാൻ നിയമ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉള്ള തീരുമാനത്തിൽ ദൈവങ്ങൾ അവർക്കൊരു 1000 വെള്ളി നാണയങ്ങൾ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അവർ പ്രത്യക്ഷപ്പെടും, നീ നല്ലവളായി ജീവിക്കൂ എന്ന് പറഞ്ഞ് പോകും. പിറ്റേ നമ്മൾ കാണുന്നത് ഷെൻ്റെ ഈ 1000 വെള്ളി നാണയങ്ങൾ കൊണ്ട് ഒരു പുകയിലക്കട, അവിടെ നിന്ന് പോയ ഏറെക്കുറെ നിന്ന് പോയിരുന്ന ഒരു പുകയിലക്കട വാടകയ്ക്കെടുത്ത് അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു മെച്ചപ്പെട്ട പുതിയൊരു കച്ചവടം തുടങ്ങാനുള്ള ഒരു സാധ്യതയായിട്ട് വന്നിരിക്കുകയാണ്. അവിടെ അവളൊരു അങ്ങനെ ഒരു കച്ചവട സ്ഥാപനം തുടങ്ങാനുള്ള ചരക്കുകളൊക്കെ കൊണ്ടുവന്ന് പുകയില കട തുടങ്ങാനുള്ള പരിപാടിയുണ്ട്. ഇതോടുകൂടി ഇവൾ കട തുടങ്ങാനുള്ള ആരംഭം കുറിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ അവളെ പണ്ട് ആട്ടി ഓടിച്ച അവളുടെ ബന്ധുക്കളും നാട്ടുകാരും അതുപോലത്തെ വളരെയധികം പേര് ഇവളുടെ വീട്ടിലേക്ക് വരികയാണ്. ഇവളുടെ കടയിലേക്ക് വന്ന് അഭയം താടാൻ തുടങ്ങി. ഒരു 8 ഒരു കുടുംബം അവളെ എപ്പോഴും അധിക്ഷേപിച്ചിരുന്ന ആൾക്കാർ അവരെല്ലാം വന്ന് താമസിക്കുകയും ഒക്കെ ചെയ്തു. വലിയൊരു ജീവിതഭാരം ഉണ്ടാക്കുവാണ്. അപ്പോൾ അവളതൊക്കെ സഫർ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ചിലർ മോഷ്ടാക്കളാണ്, മോഷ്ടിക്കാൻ പോകുന്നവരാണ്. അതേപോലെ തന്നെ വളരെയധികം മദ്യപിച്ചിട്ട് ആ കടയുടെ അകത്ത് ബഹളം ഉണ്ടാക്കിയെന്ന് താറുമാറുണ്ടാക്കുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ വളരെ സഹി കെട്ടുന്നതിനിടയ്ക്ക് കൂനിന്മേൽ കുരു എന്ന നിലയിൽ പുതിയ ആവശ്യമായിട്ട് ഒരു ആശാരി കാർപ്പൻ്റർ വന്നു. കാരണം പുള്ളി പറയുന്നത്, ഈ കട നീ വാടകയ്ക്ക് എടുത്തെങ്കിലും പോലും ഇതിനകത്തിരിക്കുന്ന ഷെൽഫുകൾ ഞാൻ ഉണ്ടാക്കിയതാണ്, അതിന് പൈസ സെപ്പറേറ്റ് തരണമെന്ന് ഇയാൾ ആവശ്യപ്പെടും. ഈ സെപ്പറേറ്റ് എത്ര രൂപയാണെന്ന് ചോദിക്കുമ്പോഴാണ് അയാൾ പറഞ്ഞ 200 വെള്ളി നാണയങ്ങളാണെന്ന് പറഞ്ഞു. അവൾ ഞെട്ടിപ്പോയി. കാരണം അവൾ കടയെടുത്തപ്പം തന്നെ വിചാരിച്ചത് ഈ ഷെൽഫ് ഇങ്ങനെ അതിൽ തന്നെ പെട്ടതാണെന്നാണ് വിചാരിച്ചത്. അതുപോലെ തന്നെ ഈ കടയിലെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു 8 കുടുംബം ഭക്ഷണം നീ എല്ലാ ദിവസവും തന്നെ എന്നുള്ള ഡിമാൻഡോടുകൂടെ പറയുന്ന അവർക്ക് ഭക്ഷണം എല്ലാ ദിവസവും അരി കൊടുക്കേണ്ടി വരുന്നു. പിന്നെ വീട്ടുടമ, അതായത് വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൻ്റെ ഉടമ 6 മാസത്തെ വാടക ഇവളോട് ചോദിക്കുന്നു. അതിന് കാരണം ഇവൾക്കൊരു റെപ്യൂട്ടേഷൻ ഇല്ലല്ലോ, നല്ല പേരുള്ളവളല്ല. അവളുടെ ബാഡ് റെപ്യൂട്ടേഷൻ, വേശ്യ എന്നുള്ള പേരുള്ളത് കൊണ്ട് തന്നെ അവൾ ഈ വീട്ടുടമയ്ക്ക് ഇവൾ യഥാർത്ഥത്തിൽ ഒരു അവമാനമാണ് ഉണ്ടാക്കുന്നത്. അത് മാറണമെങ്കിൽ എനിക്ക് 6 മാസത്തെ വാടക അഡ്വാൻസായി തരണം എന്നുള്ള ഒരാവശ്യം ഉന്നയിച്ചു. ഇതൊക്കെ കൊണ്ട് ഇവൾ അങ്ങനെ സഹികെട്ട് ഇവളുടെ കട തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്രയും ആവശ്യക്കാരും ഭാരങ്ങളും ഒക്കെ വന്നതോടുകൂടി അവൾ ആകെ അസ്വസ്ഥയായി, ഒന്നും ചെയ്യാൻ മേലാതായി. എങ്കിൽ പോലും ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അതിനിടയ്ക്ക് ഈ ആവശ്യക്കാരിങ്ങനെ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്ന സമയത്ത് ഇവളിങ്ങനെ പറയുന്നു, എനിക്ക് ഒറ്റയ്ക്ക് ഇത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു ബന്ധുവുണ്ട്, ഒരു കസിനുണ്ട്, മിസ്റ്റർ ഷൂയിറ്റ എന്ന് പറയുന്ന ഒരു കസിൻ എനിക്കുണ്ട്. അദ്ദേഹം വന്നത്
ഒക്കെ പരിഹരിക്കും, നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ പരിഹരിക്കുമെന്ന് അവളിങ്ങനെ ഒരാളോട് ശരിക്കും പറഞ്ഞ ഒരു കബളിപ്പിക്കാൻ പറഞ്ഞതാണ്. പക്ഷേ അത് കേട്ടെന്ന് ഒരു കബളിപ്പിക്കാൻ പറഞ്ഞതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഈ ഷൂയിറ്റ ആ കടയിൽ രംഗത്തേക്ക് വരുന്നു. ഷൂയിറ്റ ഒരു പുള്ളി വന്ന് നോക്കുമ്പോഴത്തേനും ഇവിടെ ആകെ പ്രശ്നം അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. ഇവളുടെ ഇയാളുടെ കസിനായ ഷെൻറ്റയ്ക്ക് കാര്യങ്ങൾ അവളുടെ നല്ല മനസ്സുകൊണ്ട് അവളെ എല്ലാവരും ചൂഷണം ചെയ്യുന്നു. ഒരു കാര്യവും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇയാൾ തന്നെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കാനായിട്ട് തീരുമാനിക്കും. അയാൾ ആദ്യമായിട്ട് ഈ കാർപ്പൻ്ററോട് ഈ 200 രൂപ ചോദിച്ച കാർപ്പൻ്റർക്ക് 20 വെള്ളി നാണയം കൊടുക്കുകയുള്ളെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല, കാരണം എന്ന് പറയുന്നത് അകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്ന സാധനമാണ്. എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ മുറിച്ച് കൊണ്ടുപോകേണ്ടി വരും. അതോടുകൂടി അതിൻ്റെ വാല്യൂ പോകുന്നതുകൊണ്ട് 20 രൂപയ്ക്ക് അയാൾക്ക് സമ്മതിക്കേണ്ടി വന്നു. അതേപോലെ വീട്ടുടമയായിട്ട് അയാൾ ഒരു കരാറ് പിന്നീട് ഒരു അവധി വീണ്ടും മേടിച്ചെടുത്തു. അയാൾക്ക് കൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനമൊക്കെ എടുത്തു. അതിനിടയ്ക്ക് പുള്ളിക്ക് ഷൂയിറ്റ വന്നതോടുകൂടി കടയിൽ ഈ സ്റ്റീൽ കട്ട് കൊണ്ട് വന്ന് അവരെ പോലീസിന് അവളെ പിടിച്ചു കൊണ്ടുപോകും, അല്ലെ പോലീസിനെ അവരെ ഏൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെ അവരെല്ലാം അടിച്ചോടിച്ച് അവിടെ താമസക്കാരെയും ഇവളെ ചൂഷണം ചെയ്ത് ജീവിച്ചിരുന്ന അവളുടെ തന്നെ ആൾക്കാരെ മുഴുവൻ അടിച്ചോടിച്ച് അയാൾ അവിടെ ഒരു കടയേറെക്കുറെ നടത്തിക്കൊണ്ട് പോകുന്നതിനിടയ്ക്ക് ഒരു പോലീസുകാരൻ ഇവക്ക് വേണമെങ്കിൽ ഒരു കല്യാണാലോചന നടത്താമെന്ന് പറഞ്ഞു വരുന്നു. അതിനിടയ്ക്ക് ഇവക്ക് ഒരു പ്രണയം, ഷൂയിറ്റ് ആണിപ്പം കട ഭരിക്കുന്നെങ്കിൽ പോലും ഒരു പാർക്കിൽ ഇവള് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവള് കടയിലില്ല, പക്ഷെ അവളൊരു പാർക്കിൽ വെച്ച് ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു പൈലറ്റായി, തൊഴിൽരഹിതനായ ഒരു പൈലറ്റ് ഒരു പാർക്കിൽ ആത്മഹത്യയാൻ, ഒരു മഴയത്ത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പൈലറ്റ് കാരണം ഇവളുടെ നിർബന്ധം കൊണ്ട് അയാൾ ആത്മഹത്യ ഒഴിവാക്കി. എങ്കിൽ പോലും അയാൾക്കൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എപ്പോഴും കൈക്കൂലി കൊടുത്തിട്ടായാലും ഒരു പൈലറ്റാണെന്ന് ആഗ്രഹിച്ച് ജീവിക്കുകയാണ്. അവർ തമ്മിലൊരു പ്രണയം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പോകുന്നു. പക്ഷേ ഇയാളുടെ പ്രണയം ഒരു കള്ളത്തരായിരുന്നു. കാരണം അയാളെ സംബന്ധിച്ച് ഷൂയിറ്റ എന്ന് പറയുന്നവളിപ്പം കുറച്ച് പുകയില കച്ചവടമൊക്കെ ഉള്ള ഒരു ആളാണ്. മാത്രമല്ല അവൾക്ക് ഇച്ചിരി പൈസയുണ്ട്. ആ പൈസയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു 300 വെള്ളി നാണയം എങ്ങനെയെങ്കിലും മേടിച്ചെടുത്ത് കഴിഞ്ഞാൽ അയാൾക്ക് പൈലറ്റായിട്ട് പോകാൻ പറ്റും എന്നുള്ള ഉദ്ദേശമാണ്. അയാൾക്ക് യഥാർത്ഥത്തിൽ പ്രണയം വലിയ കാര്യമായിട്ടല്ലേ, ഇപ്പോൾ കാണാൻ ആത്മാർത്ഥ പ്രണയമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നു. അതിനിടയ്ക്ക് ഈ ദൈവങ്ങൾ ബോങ്ങിൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയും ഇവൾ എങ്ങനെയാണ് ജീവിക്കുന്നെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നുണ്ട്. അതനുസരിച്ച് പറയുന്നു. ഇപ്പം അവൾ നല്ല നിലയിലാണ് പോകുന്നത് എങ്കിൽ പോലും വളരെ നിങ്ങൾ കൊടുത്ത പൈസ കൊണ്ടൊരു പുകയില കട തുടങ്ങിയിട്ടുണ്ട്. അവളിപ്പോഴും ചേരിയിലെ മാലാഹ എന്ന പേര് തന്നെയാണ് അവൾക്കുള്ളത്. എല്ലാവർക്കും അവൾ കൊടുക്കുന്ന സ്നേഹവും ഒക്കെ കൊണ്ട് തന്നെ അവളെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹമുണ്ട്. അവളെ ചേരിയിലെ മാലാഹ എന്നാണ് വിളിക്കുന്നത്. അനാഥർക്ക് അവൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് കഷ്ടപ്പാടാണ്. കാരണം അവളുടെ പണമൊക്കെ ഇപ്പം തീരും. അവൾ നന്മയൊക്കെ നിലനിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ദൈവങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കാത്തിരിക്കാം, നമുക്ക് അവളുടെ സ്ഥിതി എന്താകുമെന്ന് കാത്തിരിക്കാമെന്ന് പറഞ്ഞ് ദൈവത്തോട് പറഞ്ഞിട്ട് ദൈവങ്ങൾ അപ്രത്യക്ഷപ്പെടുന്നു. ഇതിനിടയ്ക്ക് ഇവനുമായിട്ട് മറ്റേ യാങ് എന്ന് പറയുന്ന വൈമാനികനുമായിട്ടൊരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ പ്രണയത്തിനിടയ്ക്ക് ഇവർ വിവാഹം കഴിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഈ യാങ്ങിൻ്റെ അമ്മ വന്ന് ഒരു ഡിമാൻഡ് വെക്കുന്നു. $300 വെള്ളി നാണയം തന്നാൽ മാത്രമാണ് കല്യാണം ആ സ്പോട്ടിൽ നടക്കും, അതുവരെയും വിവാഹം നടത്തും. മാത്രമല്ല ഇതിനകത്തൊരു വഞ്ചനയും കൂടെ അയാൾ ചെയ്യുന്നുണ്ട്. ഇവളെയും കൂടെ കൂട്ടിക്കൊണ്ട് പൈലറ്റാകുമ്പം കൊണ്ടുപോകാം, ഇവളെയും കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അതുകൊണ്ട് ഇവളുടെ അവൾക്ക് ഇത്രയും പൈസ കൊടുക്കണമെങ്കിൽ അവളുടെ ഇപ്പോഴത്തെ പുകയിലക്കട വിൽക്കണം. ഇപ്പോൾ ഉള്ള മുഴുവൻ കാര്യങ്ങളും വിറ്റ് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഇത്രയും പൈസ ഇയാൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് ഷൂയിറ്റയോട് യാങ് പറയുന്നുണ്ട്, അവളൊരു തലച്ചോറൊന്നും ഇല്ലാത്തൊരു പെണ്ണാണ്, എനിക്ക് അവളെ കൊണ്ടുപോകാൻ ഉദ്ദേശമൊന്നുമില്ല എന്നൊക്കെ യാങ് പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് ഭയങ്കരമായിട്ട് ഇയാൾക്ക് മനപ്രയാസപ്പെടുന്നു. ഇത്ര ഒരു മനുഷ്യ സ്ത്രീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ ഇങ്ങനെ ചതിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു എന്നൊക്കെ പറയുമ്പം അവളൊരു വിഡ്ഢിയല്ലേ എന്നൊക്കെയാണ് അയാൾ ഉത്തരം പറയുന്നത്. ഇങ്ങനെയൊക്കെ പോകുന്നതിനിടയ്ക്ക്
ഈ ഒരു അതിനിടയ്ക്ക് വോങ്ങിനെ ഒരു ക്ഷുരകനുണ്ട് അവിടെ, ഒരു ഷൂഫ് എന്ന് പറയുന്ന ഒരു ക്ഷുരകനുണ്ട്. അയാളൊരു പണക്കാരനാണ്, വലിയ ധനികനാണ്. അയാളുടെ കടയിൽ വെള്ളം കൊണ്ട കൊടുക്കുക, അവിടുത്തെ കസ്റ്റമേഴ്സിന് വെള്ളം കൊണ്ട കൊടുക്കാൻ ഒരുങ്ങിയ ഈ വോങ്ങിൻ്റെ കൈ അയാൾ അടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഷൂയിറ്റിയാണ് അവിടെ നടത്തുന്നത്. ഇവിടെ കാണുന്നില്ല, കുറച്ച് നാളായിട്ട് ഇവിടെ അപ്രത്യക്ഷയാണ്. അത് കഴിഞ്ഞ് ഇവള് ഈ പ്രണയത്തിൻ്റെയൊക്കെ തീക്ഷ്ണതയുടെയൊക്കെ ഒരു ഘട്ടത്തിൽ ഇവള് ഷെൻ്റെ തിരിച്ചു വരുമ്പോഴത്തേനും അറിയുന്നു വോങ്ങിൻ്റെ കൈ അടിച്ചൊടിച്ചിരിക്കുന്നു. അവൾക്ക് വളരെ അസ്വസ്ഥയായി. അവൾ അസ്വസ്ഥയായിട്ട് അവിടെയുള്ള ആൾക്കാരോട് അവളെ സഹായിക്കുന്ന എല്ലാവരോടും സഹായിക്കുന്നവൾ വിളിച്ച് പറഞ്ഞു, ഈ ഷൂഫിനെതിരെ നമ്മൾ പരാതി കൊടുക്കണം, മജിസ്ട്രേറ്റിൻ്റെ അടുത്തൊരു പരാതി കൊടുക്കണം. നിങ്ങളൊക്കെ വിറ്റ്നസ് ആണല്ലോ, നിങ്ങളെല്ലാം കണ്ടതാണല്ലോ, സാക്ഷിയാണ്, നിങ്ങൾ സാക്ഷി പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ട് പരാതി കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേനും അവരൊന്നും സമ്മതിക്കുന്നില്ല. അതൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് അധികാരത്തോടൊരു ബന്ധവുമില്ല, പോലീസും മജിസ്ട്രേറ്റും പോലുള്ള തെറ്റായ സ്ഥാപനങ്ങളോട് ഞങ്ങളെപ്പോഴുള്ള ആൾക്കാർക്ക് ഒരു ബന്ധവുമില്ല, സഹായിക്കില്ലെന്ന് പറഞ്ഞു. ഈ സമയത്താണ് നമ്മൾ വളരെ പ്രശസ്തമായൊരു ഒരു വാക്ക്, ഒരു നഗരത്തിൽ ഒരു അനീതി ഉണ്ടായാൽ സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് ആ നഗരം അപ്രത്യക്ഷമാവുകയാണ് നല്ലത്. അവിടെ ഒരു കലാപം ഉണ്ടാവണം, അല്ലെങ്കിൽ സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് ആ നഗരം കത്തിച്ചാമ്പലാകുന്നതാണ് നല്ലത് എന്നുള്ള വാക്ക് ഈ ഭാഗത്താണ് ഷെൻ്റെ പറയുന്നൊരു വാക്കാണ്. അത് കഴിഞ്ഞ് ആരും ഒരു പരാതി കൊടുക്കാൻ തയ്യാറാവാത്തോടുകൂടി ഇവർ വളരെ അസ്വസ്ഥയായിപ്പോയി. കാരണം ആരും സഹായിക്കുന്നില്ല. അതിനിടയ്ക്ക് ദൈവങ്ങളെ വിളിച്ച് ഒരുപാട് ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. മനുഷ്യർക്ക് എന്തൊരു നീതിരഹിതമായൊരു ലോകമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും കടയുടെ സ്ഥിതി വളരെ മോശമായി. ഒന്നും ചെയ്യാൻ മേലാത്ത സ്ഥിതി വന്നു. ഇവളുടെ കല്യാണത്തിൻ്റെ അവസരത്തിൽ ഇയാൾ ഷൂയിറ്റ വന്ന് പൈസ കൊടുക്കുന്നില്ല. അങ്ങനെ ആ കാലം കോലപ്പെട്ടിരിക്കുന്ന സമയത്ത് വീണ്ടും കടയിൽ അവിടെ ഷൂയിറ്റ എന്ന് പറഞ്ഞാൽ ഇയാളുടെ കസിൻ. അപ്പം ഇയാൾ വരുന്നതോടുകൂടി ഇയാൾ സംഗതിയൊക്കെ തിരിച്ചറിഞ്ഞ് എല്ലാവരെയും വീണ്ടും അടിച്ചോടിച്ച്. മാത്രമല്ല കട്ടുകൊണ്ടുവന്ന ആ 8 അംഗ കുടുംബത്തിലെ ആൾക്കാർ വലിയൊരു കട്ടോട്ട് വന്നിരുന്നു. വലിയൊരു തേയിലയുടെ വലിയൊരു കുറേ ചാക്കുകൾ ഇയാളുടെ മുറിയിൽ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ അവരെല്ലാം ആ മുതലിങ്ങോട്ട് എടുത്തിട്ട് അവരെ വെറുതെ പറഞ്ഞു വിട്ടിട്ട് ആ മുതൽ അയാളെടുത്ത് മുതൽ ഇയാൾ വീണ്ടും അയാളുടെ പുകയിലക്കട അയാൾ വികസിപ്പിച്ചു. അതിനിടയ്ക്ക് ഷൂഫു എന്ന് പറയുന്ന ക്ഷുരകൻ ഇയാളുമായിട്ട് ബന്ധമായി, ഷൂയിറ്റ എന്ന് പറഞ്ഞ കസിന്. കാരണം ഇവളെ കല്യാണം കഴിച്ചു ഈ പറഞ്ഞ മറ്റേ കസിനെ എനിക്ക് കല്യാണം കഴിച്ചു തരുവാണെങ്കിൽ, അവൾ വളരെ നല്ല സുന്ദരിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് അവളെ ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിച്ചു തരുവാണെങ്കിൽ നിങ്ങളിതാ ഒരു 10,000 രൂപയുടെ ഒരു ചെക്ക് ഇയാൾക്ക് കൊടുത്തിട്ട് പോകും, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനെന്ന്. അയാളത് സ്വീകരിക്കുകയും അയാൾ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ കട വികസിപ്പിച്ചു. ഇങ്ങനെ പോവുകയാണ്. കുറേ നാൾ ഇങ്ങനെ കട വികസിച്ച് കഴിഞ്ഞു. കുറേ നാൾ കഴിഞ്ഞപ്പം ഈ ഷൂയിറ്റ് തടിയനായി വലുതായി ഒക്കെ വരുന്നുണ്ട്. അയാളുടെ ക്ഷീണം വർദ്ധിച്ചു, അയാൾ കുടവേറ് വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ ഒരു ഷെഡ്വാനിലെ പുകയില രാജാവ്, കിങ് ഓഫ് ടൊബാക്കോ എന്ന് പറയുന്ന പേര് അയാൾക്ക് കിട്ടി. അയാൾക്ക് 12 ബ്രാഞ്ചുകൾ കടകൾ വിവിധ സ്ഥലങ്ങളിലുണ്ടായി. അതേപോലെ നഗരത്തിലെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡൻ്റായ ആൾ മാറി. ഷൂഫുവാണ് വേറൊരാൾ. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ആളൊക്കെ ആയി ഇയാൾ മാറുകയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക്. മാത്രമല്ല യാങ്സൺ എന്ന് പറയുന്ന വൈമാനികനെ വിളച്ചടിച്ച് പോകാൻ ഒരുങ്ങിയിരുന്ന അയാൾക്ക് പോകാൻ കഴിഞ്ഞില്ല. പൈസ കിട്ടാത്തതുകൊണ്ട് അയാൾ പോയില്ല. അയാൾ വീണ്ടും അരഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. തൊഴിൽരഹിതനായി നടക്കുന്ന അയാളെ വിളിച്ച് ഈ ഷൂയിറ്റ ഈ പുകയിലക്കടയിൽ ജോലി കൊടുത്തു. അവിടെ അയാൾ വളരെ ആത്മാർത്ഥമായി പണിയെടുക്കുകയും ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ചതിയും വഞ്ചനയും ഒന്നും ചെയ്യാതെ നല്ല പേര് കിട്ടിയ അയാൾക്ക് മാനേജർ പോസ്റ്റിലേക്കൊക്കെ വീഴുകയൊക്കെ ചെയ്തു. ഇതിനിടയ്ക്ക് വോങ്ങിന് അതുപോലെ വേറെ ഇവളോട് നന്മ ചെയ്യുന്ന സ്നേഹം പുലർത്തുന്ന വേറെ ചില സംശയങ്ങളായി. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഷൂയിറ്റയെ കാണുന്നില്ല, ഷെൻഡയെ കാണുന്നില്ല, എവിടെ പോയി എന്നുള്ളൊരു അന്വേഷണമായി. അതിനിടയ്ക്ക് നഗരത്തിൽ വലിയ റൂമർ പറയാൻ തുടങ്ങി. ഈ ഷൂയിറ്റ അവളെ കൊന്നു കളഞ്ഞിട്ട് അവളുടെ പണം മുതലിന് വേണ്ടി കൊന്നു കളഞ്ഞിരിക്കുകയാണെന്നും, അല്ലെങ്കിൽ വീട്ടിൽ എവിടെയോ രഹസ്യ സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുകയാണെന്നൊക്കെയുള്ള റൂമറുകൾ നഗരത്തിലെല്ലാം പടരാൻ തുടങ്ങി. അതനുസരിച്ച് വോങ്ങും
അതേപോലെ യാങ്സനുമൊക്കെ, യാങ്സൺ എന്ന് പറയുന്ന വൈമാനികരും അതേപോലെ ചില ആൾക്കാരും കൂടി പല വിധത്തിലുള്ള പരാതികൾ പോലീസ് കൊടുത്തു. ഇയാൾക്കിത് ഈ ഇവിടെ എവിടെയുണ്ടെന്ന് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഷെൻറ്റയുടെ വെയർ ഔട്ട്സ് അറിയാനായിട്ട് ഒരു പരാതി പോലീസിൽ കൊടുക്കുന്നു. അവർ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഇയാൾക്ക് ഒരു കുലുക്കവുമില്ല, ഇയാളെ പറ്റി ഇയാൾക്കൊരു കുലുക്കവുമില്ല, ചോദിക്കുന്നവർക്കൊരു ഉത്തരവൊന്നും പറയുന്നില്ല. യാൻസൺ ചോദിക്കുന്നുണ്ട് അവളെവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേന് വളരെ ഒരു ഉത്തരവൊന്നും പറയാതെ അയാൾ ഒഴിഞ്ഞു മാറുകയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ പരാതി കൊടുക്കുന്നത്. അതിനിടയ്ക്ക് ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനിടയ്ക്ക് ദൈവങ്ങളോട് ഓങ്ങ് പറയുന്നുണ്ട്, ഇവളെ അപ്രത്യക്ഷമായി കഴിഞ്ഞു, നല്ലൊരു ആളായിരുന്നു, അവളുടെ കഷ്ടപ്പാടിനിടയ്ക്ക് അയാൾ കൊന്നുകളഞ്ഞെന്നാണ് നാട്ടുകാരുടെ ഇടയിൽ സംസാരം. ദൈവങ്ങൾ അവളുടെ കാര്യത്തിലൊന്നും ഇവിടെ ശ്രദ്ധിക്കണം, ഞങ്ങളെ ഒന്ന് അവളെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് ഓങ്ങ് സ്വപ്നത്തിൽ ദൈവങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇതിനിടയ്ക്ക് പോലീസിൻ്റെ പരാതി കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഒരു കോടതിയിലെത്തിച്ചു. ഇയാളെ പ്രതിയാക്കിക്കൊണ്ട് കോടതിയിലെത്തിച്ചു. കോടതി നടപടികൾ ആരംഭിച്ചു. കോടതിയിൽ എത്തുകയാണ്, ഇയാളെ പ്രതിയാക്കിക്കൊണ്ട് കോടതിയിൽ എത്തുകയാണ്. ആ കോടതിയിൽ അന്ന് കോടതി വിചാരണ നടത്തുന്ന ഒരു പ്രമുഖ ന്യായാധിപനുണ്ട്. അയാൾ ഈ പ്രതിയായ ഷൂയിറ്റ ഒരു തലേ ദിവസം കൈക്കൂലിയായിട്ട് ഒരു താറാവിനെ കൊടുത്തത്, അത് മുഴുവനും ഭക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് വയറിളക്കം പിടിച്ചുകൊണ്ട് അയാൾക്കൊന്ന് കോടതി വരാൻ പറ്റാതായിപ്പോയി. അതിന് പകരം അന്നത്തേക്ക് മാത്രം 3 ന്യായാധിപന്മാരവിടെ അന്ന് വന്നു, പുതിയ ആൾക്കാർ. അതോടുകൂടി അവിടെ കൂടിയിരുന്ന സാധാരണക്കാരൊക്കെ കേസ് കേൾക്കാൻ വന്നിരിക്കുകയാണ്. അവരുടെ പക്ഷവുമുണ്ട്, 2 പക്ഷമായി തിരിഞ്ഞു. അതായത് ഷൂഫുവും അയാളുടെ ധനികരായൊരു പക്ഷവും കച്ചവടക്കാരും പണക്കാരുമായൊരു പക്ഷവും പാവപ്പെട്ടവരും അനാഥരുമായൊരു പക്ഷവും എന്നിൽ കോടതി 2 പക്ഷങ്ങളായിരിക്കും. അതിൽ പുതിയ 3 ജഡ്ജിമാർ വന്ന് അവിടെ ന്യായാധിപന്മാരായി വരികയും ചെയ്തു. ഈ ഘട്ടത്തിൽ അവർ വളരെ കർശനമായിട്ട് അവർ അന്യായം ചെയ്യുന്നവരോ കൈക്കൂലിക്കോ വിധേയരല്ലെന്ന് ഈ നാട്ടുകാർക്കൊക്കെ ഒരു ബോധ്യമുണ്ടായി. കാരണം മുമ്പിരുന്ന ആൾ വളരെയധികം അഴിമതിക്കാരനായിരുന്നു. അപ്പം അവർക്കൊരു ജനങ്ങൾക്കൊരു ആശ്വാസമായി. അപ്പോൾ ദൈവങ്ങൾ വളരെ ദൈവങ്ങളല്ല ഈ ന്യായാധിപന്മാർ വളരെ കർശനമായിട്ട് ഇയാളെ ചോദ്യം ചെയ്ത് എന്താണ് എവിടെയാണെന്ന് പറയുന്നു. അയാൾ പറഞ്ഞു, എനിക്ക് പറയാനുള്ളതൊന്നുമില്ല, അവളെ അപ്രത്യക്ഷമായി എന്നുള്ളതല്ലാതെ എനിക്ക് ഈ കട നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അവളുടെ ഈ സഹാനുഭൂതിയും സ്നേഹവും നാട്ടുകാരോട് കാണിക്കുന്ന ഒരുപാട് അകവഴിഞ്ഞിട്ടുള്ള സഹായങ്ങളൊന്നും ഒരു കട നടത്തിപ്പിന് പ്രാപ്തമല്ല. അതുകൊണ്ട് തന്നെ അവൾ പോകുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ കടയിൽ നിന്നിരുന്നെങ്കിൽ അവളും ഉണ്ടാവില്ല, അവളുടെ ജീവിതം ഉണ്ടാവില്ല, കടയുണ്ടാവില്ല. അവളില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയൊക്കെ നന്നാക്കാൻ കാര്യങ്ങൾ കഴിഞ്ഞു എന്നൊക്കെ അയാൾ പറയുമ്പോഴത്തേനും ദൈവങ്ങൾ സമ്മതിക്കുന്നില്ല. എവിടെ അവൾ എന്നുള്ള ഉത്തരം പറയണം. നാട്ടുകാർ അവിടെ ഉണ്ടായിരുന്ന ഓങ്ങടക്കമുള്ള നാട്ടുകാരെല്ലാം കൂടി ഷൂയിറ്റിയോട് ചോദിച്ചു, എവിടെയെന്ന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ എന്ന് കോടതിയിൽ നിന്ന് ഒരു സമ്മർദ്ദമുണ്ടായി. ഈ സമയത്ത് ഈ ഷൂയിറ്റ അയാളുടെ മുഖംമൂടി മാറ്റി, അയാൾ ധരിച്ചിരുന്ന മുഖംമൂടി മാറ്റിയിട്ട് അപ്പോൾ മുഖംമൂടി മാറ്റിക്കഴിഞ്ഞപ്പോൾ അത് ഷെൻറ്റയാണ്. അവൾ പറഞ്ഞു, മഹാത്മാക്കളെ, നിങ്ങളാണ് ജഡ്ജിമാർ എന്നെനിക്കറിയാമായിരുന്നു, നിങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. എനിക്ക് എങ്ങനെ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടാണല്ലോ പോയത്, നല്ലവളായി ജീവിക്കാനാണല്ലോ പറഞ്ഞത്. എങ്ങനെ നല്ലവളായി ജീവിക്കാൻ കഴിയും? കാരണം ഈ രാജ്യത്ത് ഈ നാട്ടിൽ ഒരാൾക്ക് കൈ നീട്ടിക്കൊടുത്താൽ ആ കൈ അയാൾ വലിച്ചു പിടിയെടുക്കും. എങ്കിൽ പോലും കരുണയ്ക്ക് മുമ്പ് കരുണ കാണിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ത്യാഗം ചെയ്യണം. എനിക്ക് ഒരുപാട് വഞ്ചന ചെയ്തുകൊണ്ടാണ് നിങ്ങൾ തന്ന ആ 1000 വെള്ളി നാണയത്തിൻ്റെ മുതൽ സംരക്ഷിക്കാനും എനിക്കൊരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് ഷെൻറ്റയായിട്ട് അത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അല്ല, കാരണം ഷെൻറ്റ ഇല്ലാത്തൊരവസരം ചെയ്യാനായിട്ട് ഞാൻ ഷൂയിറ്റയായിട്ട് വേഷം മാറിയതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഷൂയിറ്റയ്ക്കാണ് ഒരു ബ്ലാങ്ക് ചെക്ക് ക്ഷുരകം തന്നത്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഒരു കുട്ടിയുണ്ട്, എൻ്റെ വൈമാനികനുമായിട്ടുള്ള പ്രണയത്തിൽ എൻ്റെ ഒരു കുട്ടി ഗർഭത്തിലുണ്ട്. ആ കുട്ടീനെ ഞാൻ വളർത്തേണ്ട പ്രശ്നങ്ങളുണ്ട്. നല്ലവളായിട്ട് എനിക്ക് നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കെൻ്റെ ബന്ധുക്കളോട് അവരെന്നെ പലപ്പോഴും തല്ലി ഓടിച്ചെങ്കിൽ പോലും അവരൊന്നുമില്ലാത്തവരും താഴ്ന്ന തട്ടിലുള്ളവരെന്നതിൽ എനിക്ക് അവരോട് കരുണ കാണിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് മാത്രമാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് ഇവിടെ ചോദിക്കുകയും അതുകൊണ്ട് പറയുന്നൊരു കാര്യം, മഹാത്മാക്കളെ, നിങ്ങളുടെ ലോകം കഠിനമാണ്. ഇവിടെ നന്മയ്ക്ക് തിന്മയാണ് പ്രതിഫലം. ഒരു പ്രാവശ്യം ഒരു
ഒരു ഭിക്ഷക്കാരൻ അല്ല ഭിക്ഷക്കാരി ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ വീണ്ടും രണ്ടാമതേ അയാൾക്ക് അയാളുടെ അടുത്ത് തന്നെ വരുന്നു, അല്ലെ മൂന്നാമതെയും നാലാമതെയും വരേണ്ടി വരുന്നു. കാരണം എന്നാ, മറ്റൊരു സ്ഥലത്തു നിന്നും അയാൾക്ക് ഭിക്ഷ കിട്ടുന്നില്ലാത്തൊരു സ്ഥിതിയുള്ള ലോകം, കഠിനമായൊരു ലോകമാണ് നിങ്ങളുടേത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോഴത്തേന് ദൈവങ്ങൾ ഇങ്ങനെ വളരെ സന്തോഷമായിപ്പോയി. ദൈവങ്ങൾക്ക് വളരെ സന്തോഷമായിപ്പോയി. നിന്നിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഷെൻഡേ എന്ന് ദൈവങ്ങൾ പറയുന്നു. ഈ സമയത്ത് ഒരു ആകാശത്തു നിന്ന് പിങ്ക് നിറത്തിലുള്ള ഒരു മേഘം ഇറങ്ങി വരികയും ആ മേഘത്തിലേക്ക് ദൈവങ്ങൾ കയറിയവർ എല്ലാം മേഘം അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങി. ഈ സമയത്ത് ഇവൾ വളരെ നിസ്സഹായിട്ട് ആർത്തലച്ച് വിളിച്ച് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കുട്ടിയോട് ഞാൻ എന്ത് പറയും, ഷൂഫിനോട് ഞാൻ എന്ത് പറയും, വൈമാനികനോട് ഞാൻ എന്ത് പറയും, ഞാൻ വലിയൊരു വ്യാജ ജീവിതം ജീവിച്ചു, നന്മയ്ക്ക് വേണ്ടിയാണ്, എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ആർത്തലച്ച് വിളിങ്ങനെ നിലവിളിച്ച് നിൽക്കുന്ന സമയത്ത് ദൈവങ്ങൾ പറയുന്നുണ്ട്, ഷെൻഡേ നിന്നിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, നല്ലവളായി ജീവിക്കാൻ ശ്രമിക്കും, ബാക്കിയുള്ളതെല്ലാം നിന്നെ ഞങ്ങൾ പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞ് അവരങ്ങ് കടന്നു പോവുകയും ചെയ്യും. അത് അങ്ങനെയാണ് അത് അവസാനിക്കുകയാണ്. ഈ രംഗങ്ങൾ അവസാനിക്കുന്നതിന് ശേഷം ഇത് ബ്രഹിറ്റിൻ്റെ പാരബിൾസ് ഓഫ് തിയേറ്റർ എന്ന് പറയുന്ന ഒരു 3 നാടകങ്ങളിൽ ഒന്നാണ്. ഗുഡ് പേഴ്സൺ ഓഫ് ഷെറ്റ്വാൻ എന്ന് പറഞ്ഞ നാടകത്തിലുള്ളതാണ്. ഈ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത, ബ്രഹിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ക്ലാസിക്കൽ മാർക്സിസ്റ്റുകളിൽ നിന്ന്, സാധാരണ ക്ലാസിക്കൽ മാർക്സിസ്റ്റുകൾ പറയുന്ന പ്രകാരം സമൂഹത്തെ ലുംബൻ എന്നവർ പറയുന്ന അല്ലെ തെണ്ടി വർഗം എന്നവർ വിളിക്കുന്ന വിഭാഗങ്ങൾ ഒരുതരം പ്രതിലോമകാരികളാണെന്നും അവരുടെ അകത്താണ് സാമൂഹ്യ വിരുദ്ധതയ്ക്ക് ഉണ്ടാകണമെന്ന് ഒരു ക്ലാസിക്കൽ മാർക്സിസത്തിൻ്റെ ഒരു ടീച്ചിങ് ഉണ്ട്. ഈ ക്ലാസിക്കൽ മാർക്സിസത്തിന് അപ്പുറം നിന്നുകൊണ്ട്, അല്ലെ അതിന് വിരുദ്ധമായി സാമ്പ്രദായ മാർക്സിസത്തിന് അപ്പുറം നിന്നുകൊണ്ട് സമൂഹത്തിലെ ചണ്ടികളാക്കപ്പെട്ട സമൂഹ ഗണങ്ങളെ, പ്രത്യേകിച്ച് വ്യവസായ യുഗത്തിലെ ചണ്ടികൾ എന്നൊക്കെ പറയുന്ന തൊഴിൽരഹിതർ, അതേപോലെ തന്നെ പ്രത്യേകിച്ച് തൊഴിൽ ഇല്ലാത്ത, ഇപ്പം മാർക്സിസ പ്രകാരം തൊഴിലാളി വർഗത്തിനാണ് കർത്തൃത്വ പദവി ഉള്ളെങ്കിൽ തൊഴിലാളി വർഗം അല്ലാതെ പുറന്തള്ളപ്പെട്ട അനേകം ഘടകങ്ങളാണ് മുതലാളിത്തത്തിൻ്റെ അല്ലെ വ്യവസായ യുഗത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ വിഭാഗങ്ങളെ ഒരു പ്രതിലോമ ശക്തിയായിട്ടാണ് മാർക്സിസം കണ്ടെങ്കിൽ ബ്രഹിറ്റിൻ്റെ ഒരു പ്രത്യേകത അവരെ വേറൊരു വിധത്തിൽ കണ്ട ഒരാളാണ്. അല്ലെ ക്ലാസിക്കൽ മാർക്സിസത്തിന് വിരുദ്ധമായിട്ട് അതിൽ നിന്ന് വേർപെട്ട് ഇവരെയൊക്കെ കാണുകയും ഇവരുടെ ഒരു നൈതിക ലോകങ്ങളെപ്പറ്റി ചിന്തിക്കുകയും അവർക്ക് തന്നെ കർത്തൃത്വം കൊടുത്ത വളരെ വ്യത്യസ്തമായ ഒരു ചിന്തകനും എഴുത്തുകാരനും കൂടിയാണ് ബ്രഹിറ്റ്. അദ്ദേഹത്തിൻ്റെ ഈ നാടകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, എപ്പിക് നാടകം എന്ന് പറയുന്നത് തന്നെ ഒരു മനസ്സിലാക്കലിൻ്റെ നാടകമാണ്. സാധാരണ നാടകം അല്ലെങ്കിൽ കല എന്ന് പറയുന്നത് ആസ്വദിക്കാനും നമ്മളെ വൈകാരികമായി ഉത്തേജിപ്പിക്കുകയും ആ വൈകാരിക ഉത്തേജനത്തിലൂടെ നമ്മൾ ഒരു അനുഭൂതികളിലൂടെ തന്മയിക്കുക എന്ന് പറയുന്ന ഒരു ഘടകമാണ് സാധാരണ ക്ലാസിക്കൽ നാടകത്തിൻ്റെ ക്ലാസിക്കൽ കലാവിഷ്കാരങ്ങളെങ്കിൽ ബ്രഹിറ്റിൻ്റെ നാടകത്തിൻ്റെ പ്രത്യേകത അത് എപ്പിക് നാടകമാണ്. അത് മനസ്സിലാക്കണം. നമ്മളുടെ അലീനേഷനാണ്. കഥാസന്ദർഭങ്ങളും രംഗാവിഷ്കാരവും കാണികളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അവർ പരസ്പര ബന്ധമാണ്. അത് മനസ്സിലാക്കലിൻ്റെയും പരസ്പര വിനിമയത്തിൻ്റെ ഒരു ബന്ധമായതുകൊണ്ട് തന്നെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയും ഒരു ടീച്ചിങ് മെത്തേഡും കൂടിയായിട്ടാണ് നാടകത്തെ ഇദ്ദേഹം കാണുന്നത്. അലീനേഷൻ എന്ന് പറയും. അത് അലീനേഷനാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ലോക ചരിത്രത്തിൽ പ്ലേറ്റോയ്ക്ക് ശേഷം ഉള്ള നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാടക സൈദ്ധാന്തികനായിട്ടും കൂടിയാണ് ബ്രഹിറ്റ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടംപോലെ നാടകങ്ങളുണ്ട്. അത് പലതും ഇന്നും ഏറ്റവും പ്രശസ്തമായ ലോക ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനവും കൂടിയാണ്. ആ ദിവസം അദ്ദേഹത്തിൻ്റെ ഈ ഗുഡ് വുമൺ ഓഫ് സെപ്സാനി എന്ന പുസ്തകത്തെപ്പറ്റി ഒരു വാക്ക് പറയാം എന്നാണ് വിചാരിച്ചത്. അത് കളയാൻ വേണ്ടി ലാസ്റ്റ്